ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചിന്ന ടോപ്പിക്കാണ്, വളരെ ചിന്ന ടോപ്പിക്. തെറി. മലയാളത്തിൽ ഇഷ്ടം പോലെ തെറിവാക്കുകളുണ്ട്. അതെ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് തെറി ഉണ്ടാക്കാവുന്നതാണ്. അത് തന്നെ. ഒരു തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതൊരു കിണ്ണൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം കൂട്ടുകാരെ നമ്മുടെ സ്വന്തം സർക്കിളിൽ ഇരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് വിളിക്കുന്ന തെറി കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. വേറെ ഒന്നിലും കിട്ടത്തില്ല. എന്നാ ഡിപ്രഷനാണ്, ഒരു ദിവസത്തെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, പെണ്ണും പിള്ളേരുടെ കൂടെ ഉള്ള വഴക്ക്, പിള്ളേരുടെ സീനുകള്, അപ്പനും അമ്മയായിട്ടുള്ള വഴക്ക്, ഇതൊന്നും പ്രശ്നമല്ല. കൂട്ടുകാരുടെ കൂടെ കൂടിയിരുന്ന് അവന്മാർ രണ്ട് തെറി വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. തെറി നിങ്ങൾ വിളിക്കാതിരിക്കരുത്. നമ്മൾ പരസ്യമായിട്ട് പോയിട്ട് തെറി വിളിക്കരുത്, മോശം. സ്വന്തം സർക്കിളിൽ ഇരിക്കുമ്പോൾ രണ്ട് തെറി വിളിക്കുമ്പോൾ മൊത്തത്തിലൊരു സുഖം നമുക്ക് കിട്ടാറുണ്ട്. മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ ബാധിക്കാതെ നാല് തെറി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തെറി എന്ന് പറയുന്ന ഒരു സാധനം അത് പറയുന്നത് എന്തിനാ? സ്ട്രെസ് റിലീഫിനാണ്. നമ്മുടെ ആ ഒരു ദേഷ്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കിട്ടുന്ന എന്താ? സ്ട്രെസ് റിലീഫാണ്. എന്നാണ് ടോപ്പിക്ക്? തെറി. ഞാൻ ജോലി പറയുന്നത് അറിയോ? തെറി എന്ന് പറയുന്നത് തെറാപ്പിയാന്നാണ് പറഞ്ഞത്. ഈ ദിവസം പറഞ്ഞില്ലെങ്കിൽ അതേപോലെ 4 പേരും കൂടെ കാറിനകത്ത് കയറി തെറി പറയത്തില്ല തീരുമാനിച്ച പിന്നെ കുറച്ചു നേരത്തേക്ക് വണ്ടിക്കകത്ത് ഇങ്ങനെയാ. ആമ്പിള്ളേരുടെ തെറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തന്തയ്ക്ക് വിളിക്കുക എല്ലാവരും. തീർച്ചയായിട്ടും അതൊരു എത്തിക്സ് ആണ്. ഒരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്ക് പറയുന്നത്. അത് ഇവിടെയല്ല, ലോകത്ത് മൊത്തം അങ്ങനെയാ. അമേരിക്ക ഒഴിച്ച് എന്തായാലേ അതെന്തായിരിക്കും അതിലും എത്തിക്സ് വെച്ച് കിടക്കുന്ന പയ്യന്മാരെ. അല്ല, അതെന്ത് വൃത്തികെട്ട പരിപാടിയാണ്. നമ്മളെ അപ്പന്മാരെ തിരിച്ചു കാണുമല്ലേ? അപ്പന്മാർക്ക് തന്നെ വിലയില്ലേ? നമ്മളെ തന്തമാര് ആയ കാലത്ത് അവരുടെ തന്തമാരെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ജനറേഷനലി അത് അപ്പൊ നമ്മുടെ പ്രശ്നമല്ല, ഇത് കൈമാറി വന്നതിന്റെ പ്രശ്നമാണ്, ശീലത്തിന്റെ ആണ്. അത് പെമ്പിള്ളാരെ നോക്കിക്കോളാം. പെമ്പിള്ളാര് തള്ളക്ക് വിളിയാ കൂടുതല്. ശരിയാ, അവളുമാര് തന്തയ്ക്ക് വിളിച്ച അവളുമാര് കത്തും. ശരിയാ, പോയിന്റ് ആണ്. പിന്നെ ഒരു സംഭവം ഉണ്ട്, നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന തെറി ലൈക്ക് അതൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ നീ ഇട്ടാ ഇവൻ എന്നെ എഡിറ്റ് ചെയ്യിപ്പിക്കുന്നത് ചുമ്മാ നേരെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് എനിക്ക് തെറ്റി. ഓക്കെ, പറഞ്ഞു. നമ്മുടെ ഒരു ദിവസം ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ വായിന്നറിയാതെ വരും. തീർച്ചയായിട്ടും സന്തോഷം വന്നാ വരും, സങ്കടം വന്നാലോ, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക ഈ സാധനം. സ്ട്രെസ് റിലീവർ ആണ് തെറി. തീർച്ചയായിട്ടും വല്ലാത്തൊരു സ്ട്രെസ് റിലീവർ ആണ് തെറി. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് തോന്നുന്നു ബൾബ് കണ്ടുപിടിച്ചിട്ട് യുറേക്കാന്നും പറഞ്ഞ് ഇറങ്ങി ഓടി. ആ പുള്ളി ഈ ജനറേഷൻ എല്ലാം ആണെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും മലയാളികൾ രണ്ട് തെറി പറയും. നമ്മള് ഡെയിലി ഒരു സംഭവം ഉണ്ടായിട്ട് യുറേക്ക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതില് എന്ത് സുഖമാണ്. പക്ഷെ തെറി നോക്കി കണ്ട് ഉപയോഗിച്ചില്ല എങ്കിൽ, നാക്കിന് കൺട്രോൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രശ്നക്കാരനാണ്. പരിസരബോധം വേണം. യെസ്, തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്. ലാംഗ്വേജ് ബാരിയർ ഇല്ല, ജെൻഡർ ബാരിയർ ഇല്ല, ചില വീട്ടിൽ വരെ, അതായത് ഒരു കമ്മ്യൂണിറ്റി ബാരിയർ പോലും ഇല്ലാതെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് ചുമ്മാ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ പോയിരുന്ന ശരിയാവും ഇല്ല. കാരണം നമ്മള് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ പോകും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു വാക്കിന്റെ അർത്ഥം നോക്കുവാണെങ്കിൽ അത്ര ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു അർത്ഥമുള്ള വാക്കൊന്നുമല്ല. പക്ഷെ പറയുമ്പോ ഒരു സുഖം കിട്ടും. അതാണ് അതിന്റെ ഒരു മെയിൻ. ഇതിലിപ്പം ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വെറുതെ ഒരു മാന്യത എന്നുള്ള രീതിയിൽ ഞങ്ങളതൊന്നും പറയാറില്ല, നമ്മളൊന്നും യൂസ് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാം. പക്ഷെ നമ്മൾ ഡെയിലി ഒരു ദിവസം ഒരു 10 തവണ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നിന്റെ പപ്പ ഇവന്റെ അച്ഛനൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ഫ്രണ്ട് സർക്കിളിൽ പോയിരിക്കണ സമയത്ത് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള സംഭവമാണ്. ഇവരിതിന്റെ എക്സ്ട്രീം ആയിരിക്കും. നമ്മളൊക്കെ ചെറുത്, ഇവരൊക്കെ മറ്റേ അതായത് നൗണും പ്രോനൗണും കൂട്ടി അവര് വിളിക്കുന്നത്. ഒരു വട്ടം ഇവന്റെ ഗോകുലിൽ ഇതിനെ പറ്റിയുള്ള കഥ
പറയുമ്പോ നിന്റെ പരിപാടി പറഞ്ഞാൽ മതി, നമ്മക്കിട്ട് പണ്ടല്ലോ. ഒരു തവണ ഗോകുലിന്റെ അപ്പന്റെ ഗോകുലിന്റെ അപ്പന്റെ എന്ന് പറഞ്ഞപ്പോ തന്നെ അവന് കാര്യം പിടികിട്ടി. അതെ, പിന്നെ നിന്റെ അപ്പൻ അതൊന്നും നിന്റെ ഇല്ലേ. ഇല്ല. പിന്നെ ഒരു സംഭവം ഉണ്ട്, ആരും നമ്മുടെ എസ്പെഷ്യലി അടുത്ത കൂട്ടുകാരാണെങ്കിൽ പേഴ്സണലായിട്ട് തെറി ഒരിക്കലും ഒഫൻസീവ് ആയിട്ട് എടുക്കാറില്ല. ഇല്ല, ഒരെണ്ണം പറഞ്ഞു അതവിടെ കഴിഞ്ഞു, തിരിച്ചു പറഞ്ഞു അവിടെ കഴിഞ്ഞു. തീർച്ചയായിട്ടും വിളിക്കുമ്പോ ഒരു ആശ്വാസം, വിളിച്ചത് കേട്ട് തിരിച്ചു വിളിക്കുമ്പോ അവനും ഒരു ആശ്വാസം, ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈഡിലുള്ളവർക്കും ആശ്വാസം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ചെറിയൊരു ബാരിയർ ഉണ്ടായിരുന്നു. ആ ബാരിയർ ബ്രേക്ക് ആയത് എപ്പോഴാ? 4 തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോഴാ അല്ലേ? അതാണ് തെറിയുടെ പ്രാധാന്യത. ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഈ തെറിക്ക് പറ്റും. പിന്നെ നമ്മുടെ ചില കൂട്ടുകാർ തന്നെ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ഒന്നും നോക്കത്തില്ല, നിൽക്കുന്ന പ്ലേസ് ഏതാ നോക്കത്തില്ല, ഇവരെപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. എനിക്കൊരാളെ ഓർമ്മ വരുന്നു, ഞാൻ ആളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കട്ടെ? ഇല്ല, കൊടുക്കത്തില്ല. അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാണ്, അതായത് പരിസരം അറിഞ്ഞു വേണം നമ്മള് വാക്കുകൾ ഉപയോഗിക്കാൻ. പരിസരം അതിന്റെ പറഞ്ഞ കട്ട് ഓഫ് അടിക്കുന്നത് കേൾക്കുന്നത് ജനറേറ്ററാണ്. ജനറേറ്ററാണ്. ഇത് വണ്ടി കൊണ്ട് ജീവിക്കുന്നൊരുത്തിന്, അതുകൊണ്ട് എന്ത് കേട്ടാലും വണ്ടിയാ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പരിസരബോധം എപ്പോഴും വേണം. നമ്മുടെ ഒരു സർക്കിളില് എത്ര തെറിയോന്നും വിളിച്ചോ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് യെസ്, there is a part of our life. There is therapy. Yeah.